PSC എക്സാം എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന കാര്യമാണ് PSC എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക എന്നുള്ളത് അല്ലേ. എപ്പോഴും നമ്മൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് വിചാരിക്കും നെഗറ്റീവ് മാർക്ക് മാക്സിമം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, നെഗറ്റീവ് അടിച്ചു കൂട്ടരുത്, അറിയാവുന്ന കാര്യം മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ തറപ്പിച്ച് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ആദ്യം നമ്മളെല്ലാം അറിയാവുന്ന ആൻസർ ചെയ്യും, അവസാനം കുറച്ച് സമയം അധികം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തോ ഒരു ബാധ കയറുന്നത് പോലെ, അല്ലെങ്കിൽ ഇതുകൂടെ അങ്ങ് മാർക്ക് ചെയ്തേക്കാം, കറക്കി കുത്തൽ നമുക്ക് തുടങ്ങും. അങ്ങനെയാണ് പലർക്കും നെഗറ്റീവ് കാരണം മാർക്ക് മുഴുവൻ താഴേക്ക് പോകുന്നത്. 2-3 എക്സാമിന് എനിക്കിത് സംഭവിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓരോ മാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം, ചിലപ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് സംശയിച്ച് ഏത് കുത്തിയിട്ടുണ്ടോ അതെല്ലാം നെഗറ്റീവായിട്ട് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 മാർക്കിനൊക്കെ തന്നെ നമ്മൾ ലിസ്റ്റിന് പുറത്തായിട്ടുമുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റൊന്നും വന്നിട്ട് വലിയ കാര്യമില്ലല്ലോ, നമ്മൾ മെയിൻ ലിസ്റ്റിൽ തന്നെ വന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ വരണമെങ്കിൽ ഓരോ മാർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന കുട്ടികളായിരിക്കും, പക്ഷേ ഈ നെഗറ്റീവ് മാർക്ക് കാരണം ഉള്ള മാർക്കും കൂടെ നഷ്ടപ്പെടുത്തി ലിസ്റ്റിന് പുറത്താവുന്നവരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ആ റാങ്ക് നേടിയ എക്സാമിന്, അതായത് ഫസ്റ്റ് റാങ്ക് നേടിയ എക്സാമിന് ഞാൻ ഉറപ്പായിട്ടും തീരുമാനിച്ചു ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നെഗറ്റീവ് മാർക്ക് ഞാൻ തൊടില്ലെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ, ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒരു വട്ടം ഒന്ന് വായിച്ച് നോക്കണമെന്ന് പറയാറില്ലേ. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻസ് നോക്കും. അത് ഓരോന്നിരുന്ന് വായിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ആദ്യത്തെ പേജിൽ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് നോക്കും, ഏതാണ് നല്ല വൃത്തിയായിട്ട് അറിയാവുന്നത് അത് ജസ്റ്റ് ഒരു ഡോട്ട് അവിടെ ഇട്ടേക്കും. ഇപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയായിട്ട് അറിയാം, അവിടെ ഒരു ഡോട്ട് ഇടും. 3ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാം, അവിടെ ഒരു ഡോട്ട് ഇടും. പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യും. ഒരു 2 മിനിറ്റും കൊണ്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്യും. 100 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ കുത്തിട്ടിട്ട് പോകും. എന്നിട്ട് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങും. 1ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാമല്ലോ, സോ അതിൻ്റെ ആൻസർ പെട്ടെന്ന് ചെയ്യും. 3ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറിയാം, അവിടെ കുത്തിട്ടിട്ടുണ്ടല്ലോ, അത് 3ാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ട് പോകും, OMR ഷീറ്റിൽ മാർക്ക് ചെയ്യും. അങ്ങനെ 100 ക്വസ്റ്റ്യൻസിനുള്ളിൽ ഏതൊക്കെയാണോ അറിയാവുന്നത് അതെല്ലാം ആ ഡോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് മാർക്ക് ചെയ്തും കഴിയും. പലരും ചെയ്യുന്ന അബദ്ധമാണ് ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് പോകും. ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് വരുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കും, ഇതൊന്നും അറിയില്ലല്ലോ എന്ന്. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സമയം പോവുകയും ചെയ്യും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. അതൊന്നും ആ സമയത്ത് മൈൻഡ് ചെയ്യരുത്. ആ സമയത്ത് നമുക്കൊരു വിൽ പവറാണ് വേണ്ടത്. നമ്മൾ എന്തും സഹിക്കും, അല്ലെങ്കിൽ എന്തും നേടും എന്നുള്ളൊരു വിൽ പവർ. എന്തും വരട്ടെ, മാർക്ക് കിട്ടിയോ കിട്ടാതിരിക്കും, എന്തിനും ചെയ്യട്ടെ, അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എന്തെല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി ആദ്യം അറിയാവുന്ന എല്ലാം അറ്റൻഡ് ചെയ്ത് പോവുക. ഈ ഡോട്ട് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഡോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്ന് വീണ്ടും അത് മൊത്തം അറ്റൻഡ് ചെയ്യാം. അതുമല്ല, വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ OMRൽ നോക്കേണ്ട കാര്യമില്ല. കാരണം OMRൽ നോക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര സ്ട്രെയിനാണ്. അപ്പോൾ കുറേ ഡോട്ട്സ് വരുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് നമുക്ക് ഡൗട്ട് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. നമ്മൾ ഡോട്ട് ഇട്ട് വെച്ച് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഡോട്ട് ഇടാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ മതി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ. ഏറ്റവും പ്രശ്നം, ഈ എക്സാം നടക്കുന്ന ഹാളിലൊന്നും ഒരു ക്ലോക്ക് പോലും ഉണ്ടാവില്ല, വാച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, സമയത്തെക്കുറിച്ചൊന്നും നമുക്ക് ഒരു ബോധവുമില്ല. ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത് ഇത്ര സമയമായി എന്നല്ലേ. അപ്പോൾ സമയവും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇങ്ങനെ സ്പീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻ വരുമ്പം ചിലപ്പോൾ 4 ഓപ്ഷനും കറക്റ്റായിട്ട് നമുക്ക് തോന്നും. ഇനി 4 ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ആൻസർ കാണും. അത് നോക്കാതെ പെട്ടെന്ന് ചാടിക്കയറി അറിയാവുന്ന ഏതെങ്കിലും അങ്ങ് അറ്റൻഡ് ചെയ്യരുത്. ഈ 4 എണ്ണത്തിൽ ഏതാണ് മാക്സിമം സ്യൂട്ട് ആവുന്നത് നോക്കിയിട്ട് മാത്രമേ കുത്താൻ പാടുള്ളൂ. അങ്ങനെ നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണ് ആദ്യത്തെ സെക്ഷൻ ചെയ്യുന്നത്. 2ാമത്തെ സെക്ഷനിൽ ചെയ്യുന്നത് കുറച്ചും കൂടെ അറിയാവുന്ന കാര്യങ്ങൾ. ഒരുപാട് തറവല്ല, പക്ഷെ ഞാനിത് വായിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ലെവലിൽ എനിക്കിതിനെക്കുറിച്ച് അറിയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നേരെ ഒന്ന് റൗണ്ട് ഇട്ട് വയ്ക്കും. ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ ആണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആ 2ാമത്തെ ക്വസ്റ്റ്യൻ നേരെ ഒരു റൗണ്ട് ഇട്ട് വയ്ക്കും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിന് റൗണ്ട് ഇട്ട് വെച്ച ശേഷം എന്ത് ചെയ്യും, ഈ ഓപ്ഷൻസ് വായിക്കും. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കും, ഓപ്ഷൻസ് വായിക്കും. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ ആൻസർ കാണും, കണക്ഷൻ കാണും ആൻസറുമായിട്ട്. അതേതാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യും. ഒരിക്കലും കറക്കി കുത്തരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് കുത്താൻ പാടുള്ളൂ. അപ്പോൾ
എന്തെങ്കിലും ഒരു കണക്ഷൻ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സെയിം തന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസറും അതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം 10-മതോ 11-മതോ ഒക്കെ വരാറുണ്ട് ചില എക്സാംസിന് മാത്രം. അപ്പോൾ ഇത് അവിടെ തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ 2 സെക്ഷൻ കഴിഞ്ഞു. നന്നായിട്ട് അറിയാവുന്നത്, രണ്ടാമത്തത് ഒരു മീഡിയം ലെവലിൽ അറിയാവുന്നത്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസാണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതായത് നമ്മൾ മാർക്കും ചെയ്തിട്ടില്ല, റൗണ്ടും ചെയ്തിട്ടില്ല, അതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുകയാണ് ആ ക്വസ്റ്റ്യൻസ്. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കും. അപ്പോൾ ഒട്ടും അറിയില്ല, ഒരു പശ്ചാത്താപവും കൂടാതെ അതങ്ങ് ലീവ് ചെയ്യുക, അത് കളയുക, അത് വേണ്ട. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ആൻസർ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കതിൻ്റെ മാർക്ക് വേണ്ട എന്ന ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കുത്താൻ തോന്നത്തില്ല. ഒരിക്കലും അത് OMR നമ്മൾ മാർക്ക് ചെയ്യത്തില്ല, അത് വിട്ടുകളാ, വേണ്ട, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്യുമായിരിക്കും. ഇനി ഇത് ഞാൻ ചുമ്മാ ഒന്ന് കുത്തിയാൽ പോലും എൻ്റെ മാർക്ക് താഴേക്ക് പോരും, ഒരിക്കലും ആ മണ്ടത്തരം ചെയ്യരുത്, ഞാൻ ലിസ്റ്റിലുണ്ടാകണം എന്ന പ്രതിജ്ഞയോട് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ഇതുപോലെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.